ബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് കൺസ്ട്രക്ഷൻ മെത്തേഡ് അനുസരിച്ച് 2 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജും അൺബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജും. അൺബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് മെറ്റീരിയലിൻ്റെ മേലെയാണോ അണ്ടർ സ്റ്റഡി, ഏത് മെറ്റീരിയലാണോ അതിൻ്റെ മേലെ ഡയറക്റ്റ്ലി ബൗണ്ട് ചെയ്ത് വെക്കാത്തതാണ് അൺബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ്. എന്നാൽ ബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ് ആണെങ്കിലോ ഡയറക്റ്റ്ലി ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കും. അതായത് ഏത് സ്ട്രക്ചറിൻ്റെ മേലെയാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോണ്ടിങ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ബോണ്ടിങ് ഉള്ളതാണ് എന്ത് ബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രെയിൻ ഗേജിൽ തന്നെ വേറൊരു ടൈപ്പും കൂടെ നമ്മൾ പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് നോക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ്, മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ്, സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലാദ്യത്തേതാണ് ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ്. ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഇതൊക്കെ ഏതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നതാണ്? ബൗണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഫൈൻ റെസിസ്റ്റൻസ് വയറാണ്. ഓക്കെ, അതായത് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സെമി കണ്ടക്ടർ ടൈപ്പ് സ്ട്രെയിൻ ഗേജ്, മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ്, ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത് അല്ലേ. അപ്പോൾ ഇതിൽ ഫൈൻ വയർ സ്ട്രെയിൻ ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫൈൻ റെസിസ്റ്റൻസ് വയറാണ്. ഓക്കെ, ഇതിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണ് വരിക. ഒരു ഫൈൻ വയർ ഉണ്ടായിരിക്കും, ഒരു കാരിയർ ബേസ്, പിന്നെ ടെർമിനൽസ്. അതാണ് ഉണ്ടാവുക. ടെർമിനൽസിനെ ലീഡ്സ് എന്നും പറയാം. അപ്പോൾ ഈ ഫിഗറിൽ കാരിയർ ബേസ് ആയിട്ട് ഒരു പേപ്പറാണ് കാണിച്ചിട്ടുള്ളത്. ഈ പേപ്പറിൻ്റെ മേലെ, പേപ്പർ തന്നെ ആവണമെന്നില്ല, ബാക്ക് ലൈറ്റോ ടെഫ്ലോണോ ഒക്കെ ആവാം. ഓക്കെ, ഈ ഒരു കാരിയർ ബേസ് ഇവിടെ പേപ്പറായിട്ടാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ആ പേപ്പറിൻ്റെ മേലെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഫൈൻ റെസിസ്റ്റൻസ് വയർ ഇങ്ങനെ നമ്പർ ഓഫ് ടേൺസ് ആയിട്ട്, ഒരു വലിയ വയറാണ്, അതിനെ നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ 2 ലീഡ്സ്, അതായത് ടെർമിനൽസ്, അതിനെ ലീഡ്സ് എന്ന് പറയും. 2 ലീഡ്സ് ഉണ്ട്. ആ ലീഡ്സ് ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രിഡ്ജാണ്. റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ബ്രിഡ്ജാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഈ ലീഡ്സ് നേരെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക എങ്ങോട്ടാണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്കാണ്. ഓക്കെ, റെസിസ്റ്റൻസ് കണ്ടെത്താൻ അത് സഹായിക്കും. അപ്പോൾ ഇതാണ് ഇതിലെ 3 ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? ഒരു കാരിയർ ബേസ് ഉണ്ടായിരിക്കും, ഇവിടെ അത് പേപ്പറാണ്, പിന്നെ ഫൈൻ റെസിസ്റ്റൻസ് വയർ ഉണ്ടായിരിക്കും, ദെൻ ലീഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയൊരു വയറാണ്, ഫൈൻ റെസിസ്റ്റൻസ് വയർ. അത് വലിയ വയറാണ്. ആ വലിയ വയർ ഇങ്ങനെ ടേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് ടേൺസിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉപകാരം, അല്ലെങ്കിൽ വലിയ വയർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രെസ് ഉണ്ടാവും അല്ലേ. ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് ഇങ്ങനെ നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് വെച്ചതുകൊണ്ട് ആ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ് എന്ത് ചെയ്തോളും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. ആ ലെങ്ത്ത് ഫുള്ളായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആയിട്ട്, ഈക്വൽ ലെങ്ത്തുള്ള ടേൺസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ആ വയർ അല്ലേ. അപ്പോൾ എത്ര സ്ട്രെസ്സാണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ സ്ട്രെസ്സ് യൂണിഫോംലി ആ ടേൺസിലേക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ ഈ വലിയ വയറിന് പകരം നമ്മൾ യൂസ് ചെയ്തത് ഒരു സ്മോൾ വയറാണെങ്കിലോ, ചെറിയ വയറാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് വലുതാവും അല്ലേ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് വലിയ സ്ട്രെസ്സാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ വയറായതുകൊണ്ട് അതെന്താവും? ആ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ ബ്രേക്കായി പോകും. അതുകൊണ്ടാണ് ഇവിടെ വലിയ വയർ യൂസ് ചെയ്യുന്നത്. വലിയ വയറായതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞത്, ഉണ്ടാവുന്ന സ്ട്രെസ് എത്രയാണോ അതിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോളും. എത്ര ലെങ്ത്താണോ ആ ത്രൂ ഔട്ട് ദ ലെങ്ത്ത് അതെന്ത് ചെയ്തോളും? ആ സ്ട്രെസ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോളും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ലീഡ്സ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് റെസിസ്റ്റൻസ് ബ്രിഡ്ജാണ്. റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താഴെ സ്ട്രെയിൻ ഗേജ് ബോണ്ടഡ് ടു സ്ട്രക്ചർ അണ്ടർ സ്റ്റഡി, ഒരു പേപ്പറിൻ്റെ മേലെ വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പിക്ചർ, 2 ഡയമെൻഷണൽ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ സ്ട്രക്ചർ അണ്ടർ സ്റ്റഡി. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? പേപ്പറാണ്. അതിനകത്ത് വയറാണ് ഈ കണക്ട് ചെയ്തിട്ടുള്ളത്, ഫൈൻ റെസിസ്റ്റൻസ് വയർ. അതുപോലെ
അതിൻ്റെ ലീഡ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രക്ചറിൻ്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രക്ചറിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് എന്ത് ചെയ്യും? വിഡ്ത്ത് കുറയുകയും ചെയ്യും. വിഡ്ത്ത് കുറയും, ലെങ്ത്ത് കൂടും. അതായത് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡയമെൻഷൻ എന്താവും? ചേഞ്ച് ആവും. സ്ട്രെയിൻ ഗേജ് സ്ട്രെച്ച് ആവും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രെയിൻ ഗേജ് എന്താവും? സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, സ്ട്രെസ് വരുന്നതിനനുസരിച്ച് സ്ട്രെച്ച് ആവും. വയറിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസിന് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും, അല്ലേ? നമ്മൾ പഠിച്ചതാണ്, വോൾട്ടേജ് ഡിവൈഡിങ് റൂളൊക്കെ പഠിച്ചതാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ച് ആവും? റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ നമുക്ക് അതിനെ ഏത് യൂസ് ചെയ്തിട്ട്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അത് വെച്ച് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്നും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനിയുള്ള സ്ലൈഡ്സിൽ വരുന്നത്. ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ആണ്. ദെൻ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫൈൻ റെസിസ്റ്റൻസ് വയർ ആണ് ഇൻ ടു എ ഫോം ഓഫ് ഗ്രിഡ് ആൻഡ് ഈസ് സിമെൻറ്റഡ് ബിറ്റ്വീൻ ദ കാരിയർ. അതൊരു ഗ്രിഡ് പോലെ ചുറ്റി വെച്ചിരിക്കുകയാണ്, നമ്പർ ഓഫ് ടേൺസ് ആയിട്ട്. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? സിമെൻറ്റ് ചെയ്ത് വെച്ച്, അതായത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ ബേസിൻ്റെ മേലെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ ആ വയർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്രെഡ് ചെയ്ത്, സോ ദാറ്റ് സ്ട്രെസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഗ്രിഡ്. അതായത് നമ്മൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയാണോ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ആ വയറിലേക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് വെച്ചതുകൊണ്ട്. ഓക്കെ, ഫോർ ദീസ് പർപ്പസ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? തിൻ ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ബാക്കിലായിട്ട് ടഫ്ലോൺ ഷീറ്റൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. പിന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവും, അതുവഴി റെസിസ്റ്റൻസും ചേഞ്ച് ആവും. അപ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താവാം? ആ റെസിസ്റ്റൻസ് ചേഞ്ച് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്നുള്ളതും മെഷർ ചെയ്യാൻ പറ്റും. സ്ട്രക്ചറിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്നുള്ളതും മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നിക്രോം, കോൺസ്റ്റാൻറ്റൻ ഒക്കെയാണ് നമ്മൾ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈൻ വയർ ഗേജസ് ഹാവ് ഹൈ ആക്യുറസി വളരെ കൂടുതലുള്ള ഗേജസ് ആണ് ഫൈൻ വയർ ഗേജസ്. അതുപോലെ റിലയബിലിറ്റിയും കൂടുതലാണ്, പക്ഷേ കോസ്റ്റ് കുറവാണ്. ഓക്കെ, നമ്മൾ ഒരു 4ാമത്തെ ടൈപ്പ് ഗേജ് പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് ഗേജ്. അതെന്താണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് അത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ്. മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജും ഇതുപോലെ തന്നെയാണ് വർക്കിംഗ് ഒക്കെ. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു മെറ്റൽ ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്തായിരുന്നു? ഒരു ഫൈൻ വയറായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇവിടെ മെറ്റൽ ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത്? ഒരു നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ബേസ് മെറ്റീരിയലിൻ്റെ മേലെ പ്രിൻ്റ് ചെയ്യാണ്. ബൈ പ്രിൻറ്റിങ് എ റെസിസ്റ്റീവ് മെറ്റൽ ഫോയിൽ ഓൺ എ നോൺ ഇലക്ട്രിക്കൽ ബേസ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ആ ബേസ് മെറ്റീരിയലായിട്ട് നമ്മൾ PCB ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. PCB എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, അതൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഇനി നമ്മളവിടെ ആ ഒരു സ്ട്രക്ചറിൻ്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഗേജ് എന്താവും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്തിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും ഒക്കെ ചേഞ്ച് വരും. അതനുസരിച്ച് എന്തുണ്ടാവും? റെസിസ്റ്റൻസിലും ചേഞ്ച് വരും. ഓക്കെ, ആ റെസിസ്റ്റൻസ് ചേഞ്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? പെർഫെക്റ്റ് ബൈൻഡിങ് ഈസ് പോസിബിൾ വിത്ത് ദ സ്ട്രക്ചർ അണ്ടർ സ്റ്റഡി. കാരണം എന്താണ്? അവിടെ PCB പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്? മെറ്റൽ ഫോയിൽ, റെസിസ്റ്റീവ് മെറ്റൽ ഫോയിൽ ഈസ് പ്രിൻറ്റഡ് ഓൺ എ നോൺ ഇലക്ട്രിക്കൽ ബേസ് മെറ്റീരിയൽ. പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ്? അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈൻഡിങ് ആണ് അവിടെ നടക്കുന്നത്. പെർഫെക്റ്റ് ബൈൻഡിങ് ഈസ് പോസിബിൾ. ദെൻ ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ എനി ഷേപ്പ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ് മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. ദെൻ ഗുഡ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഈവൻ ഇൻ ഹൈ ടെമ്പറേച്ചർ എത്ര കൂടുതലാണെങ്കിലും സെൻസിബിളും ആണ്, അതുപോലെ തന്നെ സ്റ്റേബിളും ആണ്. ദെൻ ലോങ് ലൈഫ്. ദെൻ സെമി കണ്ടക്ടർ ടൈപ്പ് സ്ട്രെയിൻ ഗേജ്. പേരിൽ തന്നെയുണ്ട്, അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ സച്ച് ആസ് സിലിക്കൺ, ജെർമാനിയം അതുപോലെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യാറ്.
പിന്നെ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടിയാണ് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി. സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിനെ പീസോ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നുകൂടെ പറയാറുണ്ട്. പീസോ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നുകൂടെ പറയാറുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലും കൂടെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേര് കൂടെ വരാൻ കാരണം കേട്ടോ, പീസോ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വരാൻ കാരണം. അപ്പോൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഹൈ ഗേജ് ഫാക്ടർ ആവശ്യമുള്ള സിറ്റുവേഷൻസിലാണ് ഈ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോപ്പിംഗ് എന്നൊരു പ്രോസസ്സൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറിന് മേലെ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലെങ്ത്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനൊക്കെ മാറ്റം വരും. അതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നു. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫോഴ്സ്, അതായത് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുതന്നെയാണ്, ആ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇതിൽ പറയുന്നത്. സ്ട്രെയിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നു. റെസിസ്റ്റൻസ് ചേഞ്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? സ്ട്രെയിൻ, അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെയിൻ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിന് പറയുന്ന മറ്റൊരു പേരാണ് പീസോ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് കൂടെ ഈ ഒരു സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് മെറ്റീരിയൽ ആണെന്ന് നോക്കിയിട്ടാണ്. ആദ്യത്തേതിൽ എന്തായിരുന്നു? ഒരു ഫൈൻ റെസിസ്റ്റീവ് വയറാണ് യൂസ് ചെയ്തിരുന്നത്. രണ്ടാമത്തേതിൽ മെറ്റൽ ഫോയിലാണ് യൂസ് ചെയ്തിരുന്നത്. ദെൻ തേർഡ് വണ്ണിൽ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഈ 3 ടൈപ്സും. ഓക്കെ, ദെൻ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ഗേജ് ഫാക്ടർ. ഞാൻ പറഞ്ഞു, ഹൈ ഗേജ് ഫാക്ടർ ആവശ്യമുള്ള സമയത്താണ് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യാറ്. ദെൻ സ്മോൾ സ്ട്രെയിൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലോങ് ലൈഫ് ആൻഡ് ഹൈ ഡ്യൂറബിലിറ്റി. ദെൻ ഡിസഡ്വാൻറ്റേജസ് സ്റ്റെബിലിറ്റി കുറവാണ്. ദെൻ കോസ്റ്റ്ലി ആണ്. ഓക്കെ, ദെൻ ടെമ്പറേച്ചറിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും അത് ഈ ഒരു സ്ട്രെയിൻ ഗേജിനെ അഫക്റ്റ് ചെയ്യും. സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദെൻ സ്ട്രക്ചറായിട്ട് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജിനൊക്കെ ഈസിയാണ്, പക്ഷേ അതുപോലെ അത്ര ഈസി അല്ല ഏത് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്. ദെൻ അത്ര സ്റ്റേബിൾ അല്ല. പിന്നെ ലാർജ് സ്ട്രെയിനൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൻ്റെ മേലെ ലാർജ് സ്ട്രെയിൻ അപ്ലൈ ചെയ്യാൻ റിസ്ക് ആണ്. ഓക്കെ, അത്രയാണ് നമ്മൾ സ്ട്രെയിൻ ഗേജിൻ്റെ ടൈപ്സ് വരുന്നത്.